ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ നെയ്പ്പത്തിരിയാണ്. നെയ്പ്പത്തിരി നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന പോലത്തെ ഈ നെയ്പ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുക നല്ല പോലെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് അടിപൊളി ടേസ്റ്റുള്ള നെയ്പ്പത്തിരിയാണ്. നമ്മൾ തലേ ദിവസേ നമ്മൾ അരി പുതർത്തുന്നതാണ്. നമ്മൾ ചോറ് വെക്കുന്ന അരിയിൽ ഉച്ചക്ക് നമ്മൾ പൊന്നി അരിയാണ് പുതർത്തി, ഉച്ചക്ക് റേഷൻ അരിനെ കൊണ്ടും പുതർത്തി നമുക്ക് നിപ്പ്. അങ്ങനെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മളെ വെള്ളം എങ്ങനെയാണ് പതക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അരി കൈയിട്ടിടുന്ന ഇതില്ല, അതേ അളവിലുള്ള വെള്ളം ചൂടിലാണ് എടുക്കേണ്ടത്. നമ്മൾ ചോറ് വെക്കാൻ വെള്ളം ചൂടായിട്ട് അരി കയറ്റിടുന്നില്ല, അതുപോലെ തന്നെ. അങ്ങനെ വെള്ളം ചൂടാകാൻ വെച്ച് നമ്മൾ ഗ്യാസെല്ലാം ഓഫാക്കി തലേ ദിവസമാണ്, പിറ്റേ ദിവസം അരിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച്, പിന്നെ 3 ഉള്ളിയും 1 മുറി തേങ്ങയും കുറച്ച് പെരിഞ്ചീരകം, അങ്ങനെ അരി കഴുകി വൃത്തിയാക്കി വെച്ച ശേഷം ഞാൻ 2 നാഴി അളവിന് ഉള്ള ഇത്, നാഴി എന്ന് പറയുന്നത് നമ്മൾ അരി എടുക്കുന്ന പാത്രത്തിൻ്റെ ഇതിനാണ്. അങ്ങനെ 3 ഉള്ളിയും പിന്നെ പെരിഞ്ചീരകം, പിന്നെ 1 മുറി തേങ്ങ, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് നല്ലോണം കുഴക്കുക. നല്ലോണം കുഴഞ്ഞതിന് ശേഷം ഞാൻ ഗ്രൈൻഡറിലിട്ടിട്ടാണ് ഇത് അരച്ചിട്ടെടുക്കുന്നത്. അടിപൊളി ടേസ്റ്റുള്ള നല്ല നാടൻ നെയ്പ്പത്തിരി വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റുള്ള പത്തിരിയായത് നെയ്പ്പത്തിരി. അങ്ങനെ ഞാൻ ഗ്രൈൻഡറിലിട്ടിട്ട് അരക്കുന്ന കാണിച്ചു തന്നെ. അങ്ങനെ നമ്മൾ കുറച്ച് ഇട്ടിട്ട് അരക്കുന്നതാണ്. അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഒരു തുള്ളി വെള്ളം ഒഴിക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് അരിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, നമുക്ക് അധികം ഇത് പാടില്ലല്ലോ, വെള്ളം അങ്ങനെ അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇത് ആവും. അങ്ങനെ നമ്മൾ ഗ്രൈൻഡറിൽ കുറച്ച് വെള്ളം ഒഴിക്കണ്ടുള്ളൂ. നമുക്ക് മുക്കാലുള്ള അരവ് കൊണ്ട് നല്ലോണം അരഞ്ഞിട്ടൊന്നും കിട്ടണ്ട. അതാ നെയ്പ്പത്തിരിൻ്റെ അരീൻ്റെ കണക്ക്. അടിപൊളി ടേസ്റ്റുള്ള നെയ്പ്പത്തിരി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കണം. അങ്ങനെ നമ്മളെ നെയ്പ്പത്തിരിൻ്റെ അരിയെല്ലാം അരഞ്ഞ് വന്ന് ഇതേ കോലത്തിലാണ് ആക്കേണ്ടത്. അരി നല്ല പാകത്തിനുള്ളത് ഇങ്ങനെ കിട്ടിയേക്ക്. നമ്മൾ അരിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, അങ്ങനെ നമുക്ക് നല്ലോണം ഇരട്ടി വരും. ഇത് നമ്മളെ നെയ്പ്പത്തിരിൻ്റെ അരി. എല്ലാവരും കണ്ടില്ലേ നെയ്പ്പത്തിരിക്ക് എന്തെല്ലാം കൂട്ടുന്നതെന്ന്. 3 ഉള്ളിയും പിന്നെ പെരിഞ്ചീരകത്തിൽ നല്ല ജീരകം എന്നും പറയും, പെരിഞ്ചീരകം എന്നും പറയും, പിന്നെ തേങ്ങ, ഉപ്പ്, എന്നിട്ടെല്ലാം കൂട്ടിയിട്ട് അരക്കുക. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിലും പൊരിച്ചിട്ടെടുക്കുക. പിന്നെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലിലാണ് പൊരിച്ചെടുക്കുക. അങ്ങനെ ഇലയിൽ കുറച്ച് നെയ്യ് നല്ലോണം ആക്കി, എന്നിട്ട് അതിൻ്റെ ഇല പരത്തുക. എന്നിട്ട് പരത്തിയതിന് ശേഷം നെയ്യ് ചൂടായാൽ നമുക്ക് പൊരിച്ചിട്ടെടുക്കാം. നല്ലോണം പൊന്തി വരും. പൊന്തി വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്നാക്കി കഴിഞ്ഞാൽ നല്ലോണം പൊന്തി വന്ന് അടിപൊളി ടേസ്റ്റുള്ള നെയ്പ്പത്തിരി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക. പിന്നെ വീഡിയോ കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് നമ്മളെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടിപൊളി ടേസ്റ്റുള്ള നെയ്പ്പത്തിരി കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. വേഗം ഉണ്ടാക്കിയിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് റേഷൻ അരീനെ കൊണ്ട് ഉണ്ടാക്കാൻ, നമ്മൾ ചോറ് വെക്കുന്ന പിന്നെ പൊന്നി അരീനെ കൊണ്ട് ഉണ്ടാക്കാം. ഞാനിപ്പം പൊന്നി അരിയാണ് പുതർത്തിയിട്ട് ആക്കിയത്. അടിപൊളി ടേസ്റ്റുള്ള നെയ്പ്പത്തിരി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക. തലേ ദിവസം ഞാൻ പുതർത്തി വെച്ച് പിറ്റേന്ന് രാവിലെ അരി അരച്ചിട്ട് വയ്ക്കുക. ബായ്.